ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെൻഗ്വിനുകളെ ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. തണുപ്പുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പെൻഗ്വിനുകളെ കാണാൻ വിദേശത്തേക്ക് പറക്കണ്ട, ഇന്ത്യയിൽ തന്നെ അതിനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ പെൻഗ്വിനുകളുള്ള ഒരേ ഒരു മൃഗശാലയാണ് മുംബൈയിലെ വീർ മാതാ ജീജാമായി ഉദ്യാൻ. ആ പെൻഗ്വിൻ കാഴ്ചയിലേക്കാണ് മുംബൈയിൽ ശ്രീനാഥ് ചന്ദ്രൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമസ്കാരം. മുംബൈ കാണാൻ എത്തുന്നവർ പലപ്പോഴും വിട്ടുപോകുന്നതും എന്നാൽ വിട്ടുപോകാൻ പാടില്ലാത്തതുമായ ഒരിടത്തേക്കുള്ള യാത്രയിലാണ്. മുംബൈയിലെ വീർ മാതാ ജീജാബായി ഭോസ്ലെ ഉദ്യാനിലേക്ക്, മുംബൈയിലെ മൃഗശാലയിലേക്ക്. രാജ്യത്ത് പെൻഗ്വിനുകളെ കാണാൻ കഴിയുന്ന ഒരേ ഒരു ഇടം ഈ മൃഗശാലയാണ്. ഏതായാലും മഴക്കാലമായതുകൊണ്ട് റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര ബൈക്കിലല്ല, കാറിലാണ്. दिल के चैन आए मेरे दिल को दुआ कीजिए। മുംബൈയിലെ മൃഗശാലയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ പെൻഗ്വിനുകളെ കാണാൻ അവയെ പാർപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ കാണാം ഹംബോൾട്ട് പെൻഗ്വിൻ കക്ഷ് എന്ന് എഴുതിയിട്ടുള്ളത്. ഏതായാലും പെൻഗ്വിനുകളുടെ വിശേഷങ്ങൾ വിശദമായി പറയാൻ ഒരു വിദഗ്ധനെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അത്തരമൊരു വിദഗ്ധനാണ് ഡോക്ടർ അഭിഷേക് സാട്ടം. അദ്ദേഹം എക്കോളജിസ്റ്റ് ആണ്. പെൻഗ്വിനുകളടക്കം ഇവിടുത്തെ മൃഗങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിയും. നമസ്തേ. നമുക്ക് അകത്ത് ചെന്ന് പെൻഗ്വിൻസിനെ കണ്ട് കൂടുതൽ വിശേഷങ്ങൾ, അതിൻ്റെ കാഴ്ചകളൊക്കെ അറിയാം. അകത്തേക്ക് പോകാം. നമ്മൾ നേരത്തെയാണ് വന്നിരിക്കുന്നത്. സന്ദർശക സമയത്തിന് മുൻപ് ഇവിടെ എത്തി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പെൻഗ്വിനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. അതൊന്ന് കാണണം. രാവിലെയും ഉച്ചയ്ക്കും 2 നേരമാണ് പെൻഗ്വിനുകൾക്ക് ഭക്ഷണം നൽകുന്നത്. കൃത്യസമയം 9:30 സമയമായാൽ കൃത്യമായി പെൻഗ്വിനുകൾ ആ വശത്തേക്ക് ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്തേക്ക് കൃത്യമായി എത്തി നിൽക്കുമെന്നതാണ് ഡോക്ടർ പറയുന്നത്. ഉച്ചയ്ക്കും ഇതേ കാഴ്ച തന്നെ കാണാൻ കഴിയും. Birds are currently following those laser lights. What's the function of that? So basically, just we have provided them with the food. So it's an enrichment activity. So they have to do the exercise, or like otherwise they'll be like docile. They'll sit on one place. So to keep them active, we do lots of enrichment activity. Major of the time they do the preening activity, which is if the bird is doing preening activity, that means the birds are healthy. So what they do, they collect the oil from the preen gland, which is at the tail, and they apply the oil on their feather. So feather gets waterproof. So maximum time they do that. പെൻഗ്വിനുകൾക്ക് ജീവിതകാലം മൊത്തം ഒരു ഇണ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഒരു കൗതുകമുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ ചിറകുകളിൽ ടാഗ് നൽകിയിരിക്കുന്നത് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. പെൻഗ്വിനുകൾ ഐസിൽ മാത്രമല്ല, പലതരം അന്തരീക്ഷത്തിൽ പലതരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പെൻഗ്വിനുകൾ ലോകത്തുണ്ട്. പെറുവിൽ നിന്ന് ആ ഭാഗത്ത് താമസിക്കുന്ന പെൻഗ്വിനുകളാണ്, ആ സ്പീഷീസാണ് ഈ മുംബൈയിലെ സൂവിലും ഉള്ളത്. മുതിർന്ന പെൻഗ്വിനുകൾക്കാണ് നെഞ്ചിൽ പോലെ കറുത്ത നിറത്തിലുള്ള അടയാളം കാണാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് അതിൻ്റെ നെഞ്ചിൽ
ഈ റാ പോലെ വന്നിട്ടില്ല. ഏതാണ്ട് ഒരു വയസ്സ് പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ആ തരത്തിൽ തൂവലുകൾ വരിക. അങ്ങനെയാണ് അത് മുതിർന്ന പെൻഗ്വിനുകളായി എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുക. ജീവിതകാലം മുഴുവൻ ഒരു ഇണ മാത്രമാണ് പെൻഗ്വിനുകൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ എല്ലാവർക്കും ഓരോ ഇണയെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം 9 ആണും 9 പെണ്ണുമാണ്. പെൻഗ്വിനുകളെ കാണാൻ താല്പര്യമുള്ളവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ഏതായാലും ഇനി രാജ്യം വിടണ്ട, മുംബൈയിലേക്ക് വന്നാൽ മതി. മുംബൈയിലെ ബൈക്കുളയ്ക്ക് അടുത്താണ് ഈ മൃഗശാലയുള്ളത്. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് ഇളവുണ്ട്. മുതിർന്ന പൗരന്മാർക്ക്, രോഗികൾക്ക്, അങ്ങനെ പല ആളുകൾക്കും സൗജന്യമായി കൂടി ഇവിടെ സന്ദർശനം നടത്താൻ വേണ്ടി കഴിയും. അതൊക്കെയാണ് പെൻഗ്വിനുകളെക്കുറിച്ചുള്ള, ഈ മൃഗശാലയെക്കുറിച്ചുള്ള കാഴ്ചകൾ. ഇനിയും അധികം ജീവികളുണ്ട് ഇവിടെ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഈ പെൻഗ്വിനുകൾ തന്നെയാണ്. വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.